നിരവധി കുടുംബങ്ങൾ ഒറ്റപ്പെട്ടു എന്ന് പറയുന്നുണ്ട് പ്രജിത്ത്. അത്തരം വാർത്തകളും കൂടി പുറത്തോട്ട് വരുന്നുണ്ട്. കുറേ കുടുംബങ്ങൾ ഒറ്റപ്പെട്ട് പല ഭാഗങ്ങളിലായി നിൽക്കുന്നു എന്നറിയാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെയുള്ള വിവരങ്ങൾ എന്തായാലും പുറത്തു വരുന്നുണ്ട്. പക്ഷെ ഒരു പ്രധാന പ്രതിസന്ധി എന്ന് പറയുന്നത് പലയിടത്തും ഒരുപക്ഷെ പല ആളുകളും അവരുള്ള സ്ഥലങ്ങളിൽ ഇപ്പോൾ സുരക്ഷിതരായിരിക്കും. പ്രത്യേകിച്ച് കൂടുതൽ പ്രതിസന്ധികളോ അല്ലെങ്കിൽ കൂടുതൽ അപകട സാധ്യതകളോ ഇല്ലാത്ത മേഖലകളിലായിരിക്കും അവരുണ്ടാകും. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട ഒരു ഹിസ്റ്ററി ഉണ്ടായാൽ, അപകടവുമായി ബന്ധപ്പെട്ടുള്ളൊരു പാനിക് ഉണ്ടായാൽ എത്രയും പെട്ടെന്ന് തങ്ങളുള്ള പ്രദേശത്ത് നിന്ന് പുറത്ത് കടക്കാനായിരിക്കും കൂടുതൽ ആളുകൾ ശ്രമിക്കുക. ഇത് പലപ്പോഴും ഒരുപക്ഷെ കൂടുതൽ അപകടങ്ങൾക്കൊക്കെ ഉള്ള സാധ്യത സൃഷ്ടിച്ചേക്കാം എന്നുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പോൾ ഈ സാധ്യത നിലനിൽക്കുന്നത് കൊണ്ടാണ് അപകടത്തിൽ സുരക്ഷിത സ്ഥാനങ്ങളിലുള്ളവർ അവിടെ തന്നെ തുടരാനും ഈ കാണാതായി എന്നുള്ള അടുത്തക്കമുള്ള പ്രചരണങ്ങൾ നടക്കുമ്പോൾ അതിലൊരു കൃത്യത ഉറപ്പുവരുത്താനും ഇപ്പോൾ മന്ത്രി അടക്കമുള്ളവർ പറഞ്ഞത്. കാരണം സുരക്ഷിതമായിരിക്കുന്ന സ്ഥലത്ത്, വീണ്ടും ഒരു അപകടത്തിന് സാധ്യതയില്ലാത്ത സ്ഥലത്ത് ചിലപ്പോൾ അവരുമായുള്ള ആശയവിനിമയ സംവിധാനങ്ങൾക്കൊരു പാളിച്ചയൊക്കെ ഉണ്ടായിരിക്കും. കാരണം അവർ എവിടെയാണെന്നുള്ള കാര്യത്തിലൊക്കെ കൃത്യമായ വിവരങ്ങൾ ലഭ്യമാകാത്ത സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകും. പക്ഷേ സുരക്ഷിതരാണെങ്കിൽ അവിടെ തന്നെ തുടരുക എന്നുള്ളതാണ് ഈ സമയത്ത് എല്ലാവർക്കും ചെയ്യാനുള്ളത്. അനാവശ്യമായി അവരുള്ള സ്ഥലങ്ങളിൽ നിന്ന് പുറത്തേക്ക് പോകാനോ എന്താണ് സാധ്യത എന്നുള്ള കൂടുതൽ കാര്യങ്ങൾ അറിയാൻ വേണ്ടി മറ്റൊരു സ്ഥലത്തേക്ക് പോകുന്നതായിട്ടുള്ള സംവിധാനങ്ങൾ ഒഴിവാക്കുക എന്നുള്ളതാണ്. പ്രാദേശിക ഭരണകൂടങ്ങളുമായി അവർക്ക് എത്രയും പെട്ടെന്ന് ബന്ധപ്പെടാൻ കഴിയുമെങ്കിൽ അതാണ് അത്തരം ആളുകൾ ചെയ്യേണ്ടത് എന്നുള്ളതാണ്. എന്തായാലും ഇവരെ പറ്റിയുള്ള തിരച്ചിലുകൾ പൂർണ്ണമായി നടക്കുന്നുണ്ട്. ഇത് പരമാവധി ആളുകൾ എവിടെയൊക്കെ ഒറ്റപ്പെട്ടു അല്ലെങ്കിൽ എവിടെയൊക്കെ കാണാതെ തുടങ്ങിയുള്ള വിവരങ്ങളുടെയൊക്കെ ക്രോഡീകരണമാണ് ഇപ്പോൾ കൃത്യമായി പ്രാദേശിക തലത്തിൽ നടക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതിനനുസരിച്ചുള്ള നടപടിക്രമങ്ങളും പുരോഗമിക്കുന്നു. ഈ കൺട്രോൾ റൂമുകളിൽ ഇപ്പോൾ നേരത്തെ പറഞ്ഞ വയനാട്ടിൽ കൺട്രോൾ റൂം തുറന്നിട്ടുണ്ട്. ഈ കൺട്രോൾ റൂമുമായി ബന്ധപ്പെട്ട നമ്പറുകൾ അടക്കമുള്ള അല്പസമയത്തിനുള്ളിൽ നമുക്ക് ലഭ്യമാക്കാൻ കഴിയും. കാരണം വയനാട്ടിൽ ഈ കാര്യത്തിൽ തങ്ങളുടെ ബന്ധുക്കളുമായി ബന്ധപ്പെടാൻ കഴിയാത്തവർ ഈ കൺട്രോൾ റൂമിൽ വിവരം വിളിച്ച് പറയുക എന്നുള്ളതാണ് പ്രാഥമികമായി ചെയ്യേണ്ടത്. അവിടേക്ക് ഇവരെ അന്വേഷിച്ച് അവിടേക്ക് പോകുന്ന ഒരു സാഹചര്യം, പ്രത്യേകിച്ച് അപകട മേഖലയാണെങ്കിൽ അവിടേക്ക് പോകുന്ന ഒരു സാഹചര്യം ഒഴിവാക്കുകയാണ് പൂർണ്ണമായും. ഇത് ഈ രക്ഷാപ്രവർത്തനവുമായി നേരിട്ട് ബന്ധമില്ലാത്ത എല്ലാവരും ചെയ്യുന്നത്. ആരോഗ്യവകുപ്പ് ദേശീയ ആരോഗ്യ ദൗത്യവും കൺട്രോൾ റൂം തുറന്നിട്ടുള്ളത് ആ ഒരു സാഹചര്യത്തിലാണ്. അടിയന്തര സാഹചര്യങ്ങളിൽ സഹായം ലഭ്യമാകാനുള്ള നമ്പറുകളും നമ്മുടെ സ്ക്രീനിൽ എഴുതി കാണിക്കുന്നുണ്ട്. പ്രജിത്ത് എന്തായാലും തുടരുക, കൂടുതൽ വിവരങ്ങൾ അറിയേണ്ടതുണ്ട്. ഗോകുലിലേക്ക് പോവുകയാണ്. ഗോകുൽ, നമ്മൾ ഈ പറഞ്ഞതുപോലെയാണ്, ആ ഒരു സ്ഥലം ഒറ്റപ്പെട്ടിരിക്കുകയാണ്. ജില്ലയിലേക്കുള്ള ഗതാഗത തടസ്സമൊക്കെയുണ്ട്. പക്ഷേ അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് രക്ഷാപ്രവർത്തനം നടത്താൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ സൈന്യത്തിൻ്റെയും ഒപ്പം തന്നെ NDRFൻ്റെ അധിക സംഘങ്ങളുടെയൊക്കെ സഹായം തേടുന്നതും ഹെലികോപ്റ്ററുകൾ ഉൾപ്പെടെ അവിടേക്ക് തിരിക്കുന്നതും. അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞതുപോലെയാണ് ഒരു പക്ഷേ മനുഷ്യസ്നേഹം അതുമാത്രം ആലോചിച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് ഇറങ്ങി തിരിക്കരുതേ എന്നുള്ളത് മറ്റുള്ളവരോട് മന്ത്രി അഭ്യർത്ഥിച്ചതും. ഇനി ഈ ഒരു വിദഗ്ധ സൈന്യത്തിൻ്റെ ഉൾപ്പെടെയുള്ള വിദഗ്ധ സംഘങ്ങളുടെ സഹായമുള്ള ഏറ്റവും അധികം ആവശ്യമായി വരുന്നത്, അല്ലേ ഗോകുൽ? അത് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം. ഈ അങ്ങോട്ടേക്കുള്ള ഗതാഗതമൊക്കെ തടസ്സപ്പെട്ടത് ഈ പറഞ്ഞതുപോലെ സുരക്ഷാ പ്രവർത്തനത്തെ ഒരു പ്രയാസം സൃഷ്ടിച്ചിരുന്നെങ്കിലും NDRFന്റെ ഒക്കെ നേതൃത്വത്തിൽ ഇപ്പോൾ ഒരു ടീം കൂടി അങ്ങോട്ടേക്ക് പുറപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതെന്തായാലും രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കാനും വേഗത്തിലാക്കാനുമുള്ള നടപടിയിലേക്ക് കടക്കുന്നതിന്റെ ഭാഗമായിട്ടാണ്. പാലം ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ തകർന്നതിനെ തുടർന്ന് ഗതാഗത തടസ്സം ഉണ്ടായത് ആദ്യഘട്ടങ്ങളിലൊക്കെ രക്ഷാപ്രവർത്തനത്തിന് വലിയ പ്രതിസന്ധി സൃഷ്ടിച്ചിരുന്നു. 3 ഉരുൾപൊട്ടൽ പ്രദേശത്തുണ്ടായി എന്നാണ് നാട്ടുകാർ ഉൾപ്പെടെയുള്ള ആളുകൾ പറയുന്നത്. മേപ്പാടി മുണ്ടക്കൈ ടൗണിലും ചൂരൽമലയിലുമാണ് വൻ രീതിയിലുള്ള ഉരുൾപൊട്ടൽ ഉണ്ടായത്. പുലർച്ചെ 1 മണിയോടുകൂടി ആദ്യം മുണ്ടക്കൈ ടൗണിൽ ഉരുൾപൊട്ടൽ ഉണ്ടായി. അവിടെ രക്ഷാപ്രവർത്തനം നടക്കുന്നതിനിടെ 4 മണിയോട് കൂടിയിട്ടാണ് ചൂരൽമല സ്കൂളിന് സമീപം രണ്ടാമത്തെ ഉരുൾപൊട്ടൽ ഉണ്ടായിട്ടുള്ളത്. ആ പ്രദേശത്ത് തന്നെ മറ്റൊരു ഉരുൾപൊട്ടൽ കൂടി പെട്ടെന്ന് തന്നെ സംഭവിച്ചു എന്ന് നാട്ടുകാർ പറയുന്നു. 7 പേർ മരിച്ചതായിട്ടുള്ള ഒരു സ്ഥിരീകരണമുണ്ട്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ മഴയായിരുന്നു വയനാട് ജില്ലയിൽ പെയ്തത്. അതിന്റെ ഭാഗമായിട്ട് പല സ്ഥലങ്ങളിലും ദുരിതാശ്വാസ ക്യാമ്പുകളൊക്കെ പ്രവർത്തിച്ചിരുന്നു. ആ ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിച്ചിരുന്ന സ്കൂളുകളിലേക്ക് വെള്ളവും ചെളിയും കയറിയിരുന്നതായിട്ടുള്ള ഒരു അറിയിപ്പ് കൂടി വരുന്നുണ്ട്. മേഖലയിൽ 100 കണക്കിന് ആളുകൾ, 400ഓളം ആളുകൾ ഒറ്റപ്പെട്ടതായിട്ടുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. നിരവധി ആളുകൾക്ക് പരിക്കേറ്റിട്ടുണ്ട്. പല ആളുകളെയും വിവിധ ആശുപത്രികളിലേക്ക് പ്രവേശിപ്പിച്ചിട്ടുണ്ട്. വളർത്തു മൃഗങ്ങൾ ഉൾപ്പെടെ ഒഴുകിപ്പോയ ഒരു സാഹചര്യമുണ്ട്. വാഹനങ്ങൾ ഒഴുകിപ്പോയിട്ടുണ്ട്. പ്രദേശത്തെ പ്രധാന റോഡും ചൂരൽമല ടൗണിലും റോഡുകൾ തകരുകയും ചൂരൽമല പാലം തകരുകയും ചെയ്തത് രക്ഷാപ്രവർത്തനം ദുഷ്കരമായിരുന്നു. മാത്രമല്ല ഈ രാത്രിയായിരുന്നു ഇത്തരത്തിലൊരു അപകടം സംഭവിച്ചത് എന്നതും രക്ഷാപ്രവർത്തനത്തെ ആദ്യഘട്ടത്തിൽ പുറകോട്ടടിക്കാൻ വേണ്ടി കാരണമായിരുന്നു. മുണ്ടക്കൈ അട്ടമല പ്രദേശത്തുള്ള പാലമാണ് ഈ ചൂരൽമല പാലം. അങ്ങോട്ടേക്കുള്ള ഏക പാലമാണത്. അത് തകർന്നത് ആ പ്രദേശത്തേക്ക് എത്തിപ്പെടാൻ വലിയ പ്രയാസം സൃഷ്ടിച്ചിരുന്നു. മാത്രമല്ല രാത്രിയായതിനാൽ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കപ്പെട്ടതും ഈ രക്ഷാപ്രവർത്തനത്തെ പ്രതികൂലമായി ബാധിച്ചിരുന്നു. അഗ്നിരക്ഷാ സേനയിൽ നാട്ടുകാരുമായിരുന്നു ആദ്യഘട്ടത്തിൽ രക്ഷാപ്രവർത്തനം നടത്തിയിരുന്നത്. ജില്ലാ കളക്ടറും ജില്ലാ പോലീസ് മേധാവിയും പ്രദേശത്തെ MLA ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ അവിടെ എത്തിയിട്ടുണ്ട്. ടി സിദ്ദിഖ് MLA മുഖ്യമന്ത്രിയെ വിളിച്ച് കാര്യം അറിയിച്ചിട്ടുണ്ട്. ഈ പ്രദേശത്തെ അപകടത്തെ പറ്റി കാര്യങ്ങളെ കുറിച്ചൊക്കെ അറിയിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു. ഫയർഫോഴ്സും NDRF ടീമും സ്ഥലത്തെത്തിയിട്ടുണ്ട്. കൂടാതെ
NDRFന്റെ മറ്റൊരു ടീം കൂടി അങ്ങോട്ടേക്ക് പുറപ്പെട്ടിട്ടുണ്ട് എന്ന് മന്ത്രി അല്പസമയം മുമ്പ് അറിയിക്കുകയുണ്ടായി. പ്രദേശത്ത് ഒറ്റപ്പെട്ട ആളുകളെയൊക്കെ പുറത്തെത്തിക്കാനുള്ള ശ്രമം തീവ്രമായി തുടരുകയാണ്. 2019 ഉരുൾപൊട്ടലുണ്ടായിരുന്ന പുത്തുമലയ്ക്ക് സമീപമാണ് ഇപ്പൊ ഈ മുണ്ടക്കൈ ഉള്ളത്. അതേ പറഞ്ഞതുപോലെ നേരത്തെ ലക്ഷ്മി സൂചിപ്പിച്ചതുപോലെയുള്ള കാര്യം ശ്രദ്ധിക്കേണ്ടത് തന്നെയാണ്. കാരണം ഇത്തരത്തിലുള്ള അപകടം നടക്കുകയും ഗതാഗത തടസ്സമൊക്കെ ഉണ്ടാവുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ അങ്ങോട്ടേക്ക് സ്വമേധയാ അങ്ങോട്ടേക്ക് ഇറങ്ങിപ്പോകുന്ന ആളുകൾ അവർ കൂടുതലായിട്ട് ശ്രദ്ധിക്കണമെന്നൊരു കാര്യം കൂടി പറഞ്ഞു വെക്കുന്നുണ്ട് ലക്ഷ്മി.